നാരായണ ഗോവിന്ദ നാരായണ ഹരി ഗോപാല നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോപാല നാരായണ ഗോവിന്ദ ഗോപാല നാരായണ ഗോവിന്ദ നാരായണ ഗോവിന്ദ നാരായണ ഗോപാല നാരായണ ഗോപാല നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോവിന്ദ ഗോവിന്ദ നാരായണ ഗോപാല ഗോപാല നാരായണ ഗോപാല ഗോപാല നാരായണ നാരായണ ഹരി 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 നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ 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 മഹീപതി മഹീപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിനെ പാലിക്കുന്ന ആള്, ഭൂമിയെ പാലിക്കുന്ന ആള് മഹീപതി, രാജാവ് എന്നർത്ഥം. അഥ തൽ കർമ്മഗരിഹ്യം, താൻ ചെയ്തതായിരിക്കുന്ന ഗരിഹ്യമായിരിക്കുന്ന കർമ്മത്തിനെ, ചെയ്യാൻ പാടില്ലാത്തതായ ഒരു കർമ്മം. ആരാ മഹീപതി? ആരാ അവിടെ മഹീപതി പറയണത്? പരീക്ഷിത്ത് മഹാരാജാവ് അല്ലേ? പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമാണല്ലോ ഇപ്പോ ഇതാ ചെയ്തത്. എന്ത് കർമ്മം ചെയ്തിട്ടാ രാജാവ് ഇപ്പോ നിൽക്കുന്നത്? ഒരു മഹർഷിയെ അപമാനിച്ചു. മഹർഷീശ്വരന്മാര് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സുഖമുണ്ടാവണേ, ക്ഷേമുണ്ടാവണേ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഭഗവാനെ ഉപാസിക്കുന്ന ആളുകളാണ്. അങ്ങനെ എല്ലാവർക്കും ക്ഷേമുണ്ടാവണേ ക്ഷേമുണ്ടാവണേ എന്ന് വിചാരിച്ച് ഈശ്വരനെ ഉപാസിക്കുന്ന ഒരു മഹർഷിയെ ഞാനിതാ ഇപ്പോ അപമാനിച്ചല്ലേ, ചെയ്യണ്ടല്ലായിരുന്നു കേട്ടോ അത്. അല്ലെ, ഒരു മഹർഷിയുടെ കഴുത്തിലേക്ക് ചത്തതായ ഒരു പാമ്പിന്റെ ആ ശവശരീരമൊക്കെ എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണല്ലോ ഞാനതാ ചെയ്തത്. അഥ തൽ കർമ്മഗരിഹ്യം വിചിന്തയൻ,
ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിചിന്തയൻ. ഒന്ന് കേമായിട്ട് ചിന്തിച്ചു അത്രേ. ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ബോധത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോ പരീക്ഷത്ത് മഹാരാജാവ് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അതിനെന്തെങ്കിലും ഒരു പരിഹാരത നടത്തണം. എന്താ ഇപ്പൊ അതിനുള്ള പരിഹാരം? അദ്ദേഹം ആലോചിച്ചു. മയാ നീചമനാര്യവൽകൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസ്സായിരിക്കുന്ന ആ മഹർഷിയെ അല്ലേ ഞാനതാ ഉപദ്രവിച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ എന്നുള്ള ഒരു ഭാവം ആ മഹാരാജാവിനതാ ഉണ്ടായി. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം ന അതിദീർഘാത് തതസ്തു കാമം ത്വഖ നിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവ മധ്വാ. എന്തെങ്കിലും ഒരു പരിഹാരം അതിനതാ ഉണ്ടാവണം. ദേവന്മാരൊക്കെ അങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ചെയ്യാൻ പാടില്ലാത്തതാ. ഈശ്വരനെ ഉപാസിക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ടത്. അതെ, അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പുണ്യം ഉണ്ടാവുക. ആരെങ്കിലും ഒരാള് ഭഗവത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് വെച്ചാൽ അവർക്ക് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്. ഞാനിപ്പോ എന്താ ചെയ്തത്? ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. ധ്രുവം തതോ മേ കൃതദേവഹേളനാത്. ഉറപ്പാ ഇങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലാത്ത കർമ്മം ചെയ്തത് കൊണ്ട് എനിക്ക് പലതരത്തിലുള്ള പാപകർമ്മങ്ങളൊക്കെ അതാ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും. പാപീയസേദ്ധ്യദേവഗോഭ്യ സചിന്തയന്നിത്തമഥാശ്രണോദ്യതാ മുനേ സുതോക്തോ നിറതി തക്ഷകാഖ്യ സസാധുമേനെ നചിരേണ തക്ഷകാനലം. തക്ഷകന്റെ മുഖത്ത് നിന്ന് വരുന്നതായ ആ തീയല് ഞാൻ എന്തായാലും ഇല്ലാതാവും. ആ കാര്യം ഉറപ്പാ. അല്ലെ, തക്ഷകൻ വന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശരീരം ഉണ്ടാവില്ല. പിന്നെ എനിക്കിതാ ശരീരം ഉണ്ടാവില്ല. കാരണം ആ മഹർഷിയുടെ പുത്രൻ ഇപ്പൊ എത്ര വിഷമിക്കുന്നുണ്ടാവും ആലോചിച്ച് നോക്കൂലേ. തന്റെ അച്ഛനെങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞിട്ട് വെച്ചാൽ അയാളുടെ പുത്രൻ എത്ര വിഷമുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് എന്റെ മരണത്തിന്റെ കാര്യവും എനിക്കിതാ ഇപ്പോ മനസ്സിലായി. ഇനി അകപ്പാടപ്പോ ഒരു കാര്യമേ ജീവിതത്തിൽ ഇതാ ചെയ്യാനുള്ളൂ. എന്താണ്? കൃഷ്ണാഘ്രിസേവാമധിമന്യമാന ഉപവിശതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്ത് വേണം? ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ഇരിക്കണം. എവിടെയാ ഇരിക്കേണ്ടത് എന്ന് ആലോചിച്ചു അത്രേ. എന്നിട്ടോ കൃഷ്ണാഘ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യനദ്യാം. ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ഞാനിതാ ചെയ്യുന്നില്ല. നല്ലൊരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് കൃഷ്ണാഘ്രി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള സമയം കഴിയണമെന്നാണ് ഞാൻ ജീവിതത്തിൽ അത് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. എത്രത്തോളം കാലം ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം, എത്രത്തോളം സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിച്ചു. അല്ലെ, കുറെ കാലം ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പൊ എത്ര വയസ്സായി? 98 വയസ്സായി. ഇതുവരെ ജീവിതത്തിൽ എന്തേ ഉണ്ടായത്? കണ്ണില് വെള്ളം ഒലിപ്പിച്ചു ഇങ്ങനെ കരഞ്ഞ് നീ എപ്പോഴും കരച്ചിലല്ലാതെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാ തുടങ്ങി കരച്ചിൽ. തന്നെ പറ്റി ആലോചിച്ച്, തന്റെ കുട്ടികളെ പറ്റി ആലോചിച്ച്, തന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് ആലോചിച്ച ഇങ്ങനെയായില്ലേ ഭഗവാനെ വേണ്ടില്ലായിരുന്നു കേട്ടോ. ഈ നരകത്തി നെന്നെ ഞാനിരിക്കുന്ന സ്ഥലം നരകാണ്. കണ്ടേ തിരുമേനി ഇങ്ങനെ ആയിപ്പോയില്ലേ എന്റെ ജീവിതം. ഇങ്ങനെ എപ്പോഴും ദുഃഖം ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് ഇനി എത്ര സമയമാണ് ജീവിതത്തിൽ എന്ന് പറയാൻ പറ്റില്ല. ഉള്ളതായിരിക്കുന്ന സമയത്ത് എന്ത് വേണം?
ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളതായിരിക്കുന്ന സമയം ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച് സന്തോഷം എനിക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവണം. കൃഷ്ണാഘ്രിസേവാമധിമന്യമാന, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുകയാണതാ വേണ്ടത്. അതിനെന്താ വേണ്ടത്? ഉപാവിശത്ത്, നല്ലൊരു സ്ഥലം കണ്ടെത്തണം. ഇരിക്കാൻ പറ്റുന്ന സ്ഥലം വേണമല്ലോ അല്ലേ? മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവമൊന്നുമില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്നങ്ങനെ ആ മഹാരാജാവ് ആലോചിച്ചു. യാ വൈലശ്രീ തുളസി വിമിശ്ര കൃഷ്ണാഘ്രിരേണുഭ്യധികാംബുനേത്രീ പുനാദിലോകാനുഭയത്വശേഷാൻ കസ്താം ന സേവേത ഭരിഷ്യമാണ. ഭഗവാന്റെ പാദങ്ങളിൽ തുളസി പൂക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകിയതായ ഒരു നദിയുണ്ട്. ഏതാ നദിയുടെ പേര്? ഗംഗാനദി അല്ലേ? അതുകൊണ്ടാണ് ആ ഗംഗാനദിക്ക് കൃഷ്ണപതി എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട്. കൃഷ്ണപതി. ജീവിതത്തിൽ ഒരിക്കൽ തന്നെങ്കിലും എന്ത് വേണം? ഗംഗയിലൊന്ന് പോയി കുളിക്കണം എന്ന് പറയും. പോയില്ലേ? ഗത പോണം. ഒരിക്കൽ തന്നെങ്കിലും എത്ര പൈസ കിട്ടുന്നുണ്ട് അല്ലേ? എത്ര പൈസ കിട്ടുന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ചോദിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് എത്ര പൈസ നമ്മളിന്ന് ചിലവാകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ തന്നെയെങ്കിലും എന്ത് ചെയ്യുക? ഗംഗയിലൊന്ന് പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ? കൊച്ചുവേലി ഡെറാഡൂൺ ട്രെയിൻ ഉണ്ട്, അതിൽ കയറിയാൽ മതി. അതിൽ കയറിയിട്ട് അങ്ങനെ പോകുക. ടിക്കറ്റ് മേടിച്ചാൽ മുന്നേ കൂട്ടി ബുക്ക് ചെയ്തോളൂ. എന്നിട്ട് നേരെ അങ്ങോട്ട് പോകാൻ അല്ലേ? എന്നിട്ടോ ഹരിദ്വാറിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗംഗാ നദിയുടെ തീരത്തേക്ക് അവരിതാക്കി തട്ടും. ഹരിദ്വാറിൽ എത്തിക്കഴിഞ്ഞാൽ ഗംഗയെ നമുക്കിതാ കാണാൻ സാധിക്കും. ആ ഗംഗയിൽ ഒരിക്കൽ തന്നെങ്കിലും പോയിട്ടതാ സ്നാനതാ ചെയ്യണം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ പരീക്ഷിത മഹാരാജാവ് ഇപ്പോ ഗംഗാനദിയുടെ തീരം എവിടെയാന്നുള്ളത് അന്വേഷിച്ചു പോയി. ശുകസ്ഥലി എന്ന പേരായിരിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇന്നും അതെ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ പരീക്ഷിത മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്തിരുന്ന് ഭാഗവതം കേട്ടതായിരിക്കുന്ന സ്ഥലം കാണാൻ സാധിക്കും. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തതായ സ്ഥലം കാണാനായിട്ടതാ സാധിക്കും. അങ്ങനെ അദ്ദേഹം വേഗം അങ്ങനെ ആ ഗംഗാനദിയുടെ തീരത്തതാ എത്തിച്ചേർന്നു. അപ്പൊ മഹാരാജാവ് മരണാസന്നനായിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ മഹാരാജാവിനെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അനവധി ആളുകള്. അവരൊക്കെ പാടപ്പോ ഈ ഗംഗാനദിയുടെ തീരത്തേക്ക് ഇതാ വന്നു. ആരൊക്കെയാണ്? അത്രവശിഷ്ടശ്ചവനശരദ്വാൻ അരിഷ്ടനേമിർഭൃഗുരംഗിരാശ്ച. അനവധി മഹർഷീശ്വരന്മാര് ആ ഗംഗാനദിയുടെ തീരത്തത എത്തിച്ചേർന്നു. മഹർഷയോ വൈ സമുപാഗതായേ പ്രശസ്യ സാധിത്യനുമോദമാന ഊജു പ്രജാനുഗ്രഹശീലസാര യദുത്തമ ശ്ലോകഗുണാഭിരൂപം. അനവധി ആളുകൾ അവിടേക്ക് ഇതാ എത്തിച്ചേർന്ന് മഹാരാജാവിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ മാർഗങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരാൾ വന്ന് പറഞ്ഞു, ഹോമം ചെയ്താൽ മതി, യാഗം നടത്തിയാൽ മതി പറഞ്ഞു. ധൂമധൂമ്രാത്മനാ ഭവാൻ ആപായേരി ഗോവിന്ദപാദപത്മാസവം മധൂരേ. ധൂമധൂമ്രാത്മനാ ഭവാൻ. യാഗം ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വേറെ ആൾ പറഞ്ഞു, പുകയൊക്കെ കണ്ടാൽ ചിലപ്പോ പാമ്പ് വന്നില്ല എന്ന് വരും, അത്രേ ഉള്ളൂ കേട്ടോ. പുക അങ്ങോട്ട് കഴിഞ്ഞാലോ പിന്നെ പാമ്പ് വരും. അത് തന്നെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ പുകട്ടിരിക്കാൻ വയ്ക്കുക. 7 ദിവസം ഇങ്ങനെ പുകട്ടിങ്ങനെ അതിന്റെ നേരെ നടുക്കെങ്ങനെ ഇരിക്കുക. മഹാരാജാവ് തോന്നി അത് വേണ്ട കേട്ടോ തോന്നി. ഇത്ര ഈ പുക ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുക പഠിച്ചാലോ അത് വേണ്ട. അങ്ങനെ ഓരോരോ ആളുകളും ഓരോ ഉപായങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരീക്ഷിത മഹാരാജാവ് ഒരൊറ്റ കാര്യമാണ് മനസ്സിലിതാ വിചാരിക്കുന്നത്. എന്താണ്? ഗായത വിഷ്ണുഗാഥ. വിഷ്ണുഗാഥയെപ്പറ്റി, ഭഗവാന്റെ കഥയെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ ആരാ ഉണ്ടാവുക? ആരെങ്കിലും ഒരാൾ ഇതാ എപ്പന്റെ അടുത്തേക്ക് കൃഷ്ണകഥകൾ പറയാനായിട്ടതാ എത്തിച്ചേരണേ, ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന ആ പരീക്ഷിത മഹാരാജാവിന്റെ മുന്നിലേക്ക് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര. ആരാ അവിടേക്ക് എത്തിച്ചേർന്നത്? വേദവ്യാസ മഹർഷിയുടെ പുത്രനായ സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന യദൃച്ഛയാ
യദൃച്ഛയാ, യത് ഇച്ഛയാ, അല്ലേ? സാക്ഷാൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ട്. അപ്പോ ഈ ഗുരുനാഥന്മാരെയൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അനുവാദം ഉണ്ടായിരിക്കണം. ഭഗവാന്റെ അനുവാദമുള്ള ഒരാൾക്ക് മാത്രമേ നല്ല ഗുരുനാഥന്മാരെ ജീവിതത്തിൽ അതാക്കിട്ടുള്ളൂ. യദൃച്ഛയാ ഗാം അടമാന, ഗാം അടമാനഹ, ലോകത്ത് മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ച് കൊണ്ട് നടക്കുന്നതായ ഒരാള് അടമാനന്മാര് എന്ന് പറയും. സഞ്ചരിക്കുന്ന ആൾക്കാരെയാണ് അടമാനന്മാര് എന്ന് പറയും, അല്ലെ? ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അനപേക്ഷമാണക, ഒരു അപേക്ഷയില്ലാത്ത. നമ്മളെയൊക്കെ ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ അപേക്ഷ ഉള്ള ആൾക്കാരാണോ അപേക്ഷ ഇല്ലാത്ത ആൾക്കാരാണോ? അല്ലെ? എവിടെയൊക്കെ അപേക്ഷ കൊടുക്കണോ അവിടെയൊക്കെ അപേക്ഷ കൊടുക്കണം. രാവിലെ വീട്ടിൽ നിന്ന് ഭർത്താവ് അങ്ങോട്ട് പോവാൻ പുറപ്പെടുമ്പോ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ വൈകുന്നേരം വരുമ്പോൾ മര്യാദയ്ക്ക് വാങ്ങിച്ചുകൊണ്ടുവരണം കേട്ടോ മനുഷ്യ. ഒരപേക്ഷ, ഭർത്താവിന്റെ കയ്യിൽ ഒരു അപേക്ഷ. അല്ലേ? എന്തൊക്കെ അപേക്ഷകളാ? ഞാൻ ഇന്ന സ്ഥലത്തെ കടന്നുറങ്ങുള്ളൂ, ഒരപേക്ഷ. ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ, അത് വേറൊരു അപേക്ഷ. അല്ലേ? ഈ അപേക്ഷകളൊക്കെ ദുഃഖത്തിന് കാരണമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി, കിട്ടിയില്ലാച്ചാലോ ദുഃഖമായിട്ട് താൻ മാറി. അപ്പൊ ഒരപേക്ഷയും ജീവിതത്തിൽ ഇല്ലാച്ചാലോ ഒരപേക്ഷയില്ലാതെ. അങ്ങനെയുള്ളവരുടെ മുഖത്താണ് എന്തുണ്ടാവുക? സന്തോഷം, ചിരി ഇതാ ഉണ്ടാവുക. നമ്മളെ മുഖത്തില്ലാത്തതും അത് തന്നെ. നമ്മളെ മുഖത്ത് ജീവിതത്തിൽ ഒരിക്കലും ഇത് വരില്ല. ചിരി എന്ന് പറഞ്ഞതുണ്ട്, അത് സന്തോഷം അതില്ല. സന്തോഷം ഉണ്ടാവണം വെച്ചാൽ എന്ത് വേണം? അപേക്ഷകളില്ലാതെ ആവണം എന്ന് പറയുന്നു. ഒരപേക്ഷയും ഇല്ലാത്തതായ അനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ട. പിന്നെന്താ ഈ സുശബ്രഹ്മർഷിയുടെ പ്രത്യേകത? നിജലാഭ തുഷ്ട, എന്താണോ കിട്ടിയത് അതിൽ സന്തോഷത്ര. അപ്പൊ കിട്ടിയ വസ്തുക്കള് സന്തോഷമുള്ള ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. അവരുടെ മുഖത്താണ് സന്തോഷം ഉണ്ടാവുക, അല്ലേ? കിട്ടാത്ത വസ്തുവിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ആ കാര്യമില്ല, അല്ലേ? ഒരു ദിവസം ഒരു 10 രൂപ കിട്ടി വിചാരിക്കുക. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും 10 ഉറുപ്പ്യ കിട്ടിയല്ലോ ഭഗവാനെ സന്തോഷം. അങ്ങയുടെ കാരുണ്യാട്ടോ, 10 രൂപ കിട്ടിയത് അങ്ങയുടെ കാരുണ്യാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷമായി. ചില ആൾക്കാരോ 10 ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പറയും, ഇന്ന് 10 ഉറുപ്പ്യ കിട്ടിയുള്ളൂ ഭഗവാനോ, 10 ഉറുപ്പ്യ കിട്ടിയുള്ളൂ, 10 ഉറുപ്പ്യ 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 അതിങ്ങനെ വിചാരിച്ച് വായ പൊളിച്ചു. പിന്നെ വായ അടച്ചില്ല, കഴിഞ്ഞോ കഥ. അതോടുകൂടി വിടുന്നതായ യാത്രയായില്ലേ? ആരാ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നത്? കിട്ടിയതായിരിക്കുന്ന വസ്തുവിൽ തൃപ്തിയുള്ള ആളാണ് എപ്പോഴും ധനികൻ എന്ന് പറയും. കിട്ടിയതായിരിക്കുന്ന വസ്തുവിൽ നമുക്ക് തൃപ്തി ഉണ്ടായോ, അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക ജീവിതത്തിൽ. ഒരമ്മയ്ക്ക് 2 കുട്ടികള്, ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് കൊടുത്തു, മറ്റൊരു കുട്ടിയുടെ കയ്യിലേക്കും ഗ്ലാസ് കൊടുത്തു. ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഗ്ലാസ്സിലേക്ക് 1/2 ഗ്ലാസ് ചായ കൊടുത്തു, അടുത്ത കുട്ടിയുടെ കയ്യിലേക്കും 1/2 ഗ്ലാസ് ചായ കൊടുത്തു, അല്ലേ? ഒരു കുട്ടി 1/2 ഗ്ലാസ് ചായ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ ഗ്ലാസ് എടുത്ത് വലിച്ചങ്ങട്ടിരുന്നു. 1/2 ഗ്ലാസ് ചായ ആക്കി തരിക എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു അത്രേ. വേറെ ഒരു കുട്ടിയോ, മറ്റേ കുട്ടി 1/2 ഗ്ലാസ് ചായ തന്നുവല്ലോ അമ്മേ, നന്നായിട്ടോ, ഒന്നെടുത്ത് കുടിച്ചു. ആർക്കാ സന്തോഷം? വലിച്ചെറിഞ്ഞാക്ക? അതല്ല, അതെ. നിജലാഭതുഷ്ട, കിട്ടിയതായിരിക്കുന്ന വസ്തുവില് സന്തോഷം ഉള്ളതായിരിക്കുന്ന ആളാണ് ഈ ശ്രീശുഖബ്രഹ്മർഷി. അലക്ഷ്യമാണോ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീബാലൈഹി അവധൂതവേഷ. എന്താ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്? അവധൂതവേഷ, അവധൂതവേഷധാരിയാണ്. ഇവിടെ വേഷത്തിലൊക്കെ അത്രയേ പ്രാധാന്യമുള്ളൂ. അത്രയാ. നമ്മളൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാ? നമുക്കൊക്കെ വേഷത്തിനാണ് പ്രാധാന്യം. എൻ്റെ ഭഗവാന്, രാവിലെ വരുമ്പോൾ ഒരു വേഷം, ഉച്ചയ്ക്ക് വരുമ്പോൾ വേറെ ഒരു വേഷം, വൈകുന്നേരം വരുമ്പോൾ വേറെ ഒരു വേഷം, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒരു വേഷം. വീട്ടിലുള്ള വേഷമാണോ അമ്പലത്തിൽ? അല്ല, അല്ലേ? വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയത്ത് എന്തൊരു വേഷം. ഈ വേഷം കെട്ടലേ ഉള്ളൂ ജീവിതത്തിൽ. അത് മനസ്സിലാക്കുന്നില്ല. ഈ വേഷം കെട്ടൽ എന്തൊക്കെ വേഷം, ഉള്ളിലെ കാര്യം പറയാതിരിക്കുക വേഗം. എന്തൊക്കെ പുറത്ത് ഇങ്ങനെ വേഷം കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. എന്താ വേണ്ടത്? ഉള്ള ശുദ്ധമാവണം എന്ന് പറയും, അല്ലേ? ഉള്ളു ശുദ്ധാവാണിതാ വേണ്ടത്, മനസ്സ് ശുദ്ധാവാണിതാ വേണ്ടത്. ഇവിടെ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ട വ്രതസ്ത്രീബാലൈഹി അവധൂതവേഷ. പ്രത്യേകം വേഷം കെട്ടലുകളൊന്നുമില്ല. നമ്മളെ പോലെ വേഷം കെട്ടലുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണോ ഉള്ളിലുള്ളത് അത് തന്നെയാണ് ഇതാ പുറത്ത്.
ഉള്ളില് സന്തോഷമാണുള്ളത് വെച്ചാൽ ആ സന്തോഷം അപ്പോഴേ പുറത്ത് സന്തോഷം കാണുള്ളൂ, അല്ലേ? നമ്മളെ മനസ്സെങ്ങനെയാണോ അതേപോലെ ആയിരിക്കും മുഖം എന്ന് പറയും, അല്ലേ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയും, അല്ലേ? മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. അപ്പോ തന്റെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നതായ സാക്ഷാൽ ഭഗവാനെ നന്നായിട്ട് അറിയാൻ സാധിച്ചതായ ഈ ശ്രീശോബ്രഹ്മർഷിയുടെ മുഖത്തും എന്തെന്നില്ലാത്തതായ സന്തോഷം. തം ദ്യഷ്ടവരുഷം. പിന്നെന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? വേദവ്യാസ മഹർഷിയുടെ പുത്രനാ. അപ്പൊ വേദവ്യാസനോട് ചോദിക്കുക, ഉണ്ണിക്ക് എത്ര വയസ്സായി ചോദിച്ചാൽ വേദവ്യാസൻ പറയും 8 വയസ്സായി പറയും. അത്രേ. അപ്പൊ ശരിക്കും 8 വയസ്സായുള്ളൂ. ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായിട്ടുള്ള വയസ്സ് മനസ്സിലാവുക. പിന്നെയോ ദ്യഷ്ടവരുഷം, 1 അല്ല കേട്ടോ. പിന്നെയോ ദ്യഷ്ടം, 2 വയസ്സായി. ഇവ എന്ത് വേണം? LKG പോകണം, കുണിക്കാൻ പഠിക്കാൻ. 2 എന്ന് പറഞ്ഞാൽ എത്രയാ? സ്കൂളിൽ പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. 2 വയസ്സായി എന്ന് പറഞ്ഞാൽ 16 വയസ്സ് പ്രായമായി. എന്താ 16 വയസ്സിന്റെ പ്രത്യേകത?